പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 8 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ. ലോക ചരിത്രത്തിൽ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. സകല വിശുദ്ധർക്കും പ്രിയപ്പെട്ടവൻ, സകല രാജ്ഞികളുടെയും രാജ്ഞി, പരിശുദ്ധിയുടെ അലങ്കാരം. അതുകൊണ്ടാകാം രക്ഷാകര ദൗത്യത്തിനായി ദൈവപുത്രന് അമ്മയാകുവാൻ ദൈവം നസറത്തിലെ ജവാക്യമിന്റെയും അന്നായുടെയും അമലോത്ഭവ പുത്രിയായ പരിശുദ്ധ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്തത്. ഗബ്രിയേൽ മാലാഖ ഈ സന്തോഷം പങ്കുവെച്ചപ്പോൾ മറിയത്തിന് പറയാനുണ്ടായിരുന്നത് ഇത്രമാത്രം: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. തുടർന്നങ്ങോട്ട് മാതാവിന്റെ അതരത്തിൽ വിടർന്നത് പ്രാർത്ഥനാ മന്ത്രങ്ങളായിരുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷണായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഗർഭാവസ്ഥയിൽ വിശ്രമത്തിന് ഇട കൊടുക്കാതെ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി തിരിച്ച പരിശുദ്ധ മറിയം സ്ത്രീപക്ഷപാതികളുടെ മാതൃകയും ആതുര സേവകർക്ക് ആവശ്യമാണ്. സഹനത്തിന്റെ നിരിപ്പോടിൽ എരിഞ്ഞമർന്നവളാണ് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം. ലോക ചരിത്രത്തെ രണ്ടായി മുറിച്ചവനും ലോക ചരിത്രത്തിന്റെ ഉടയോനുമായ യേശുവിന് ജന്മം നൽകിയത് ഒരു സാധാരണ പുൽക്കൂട്ടിലായിരുന്നു എങ്കിലും മാതാവ് തളർന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ വന്നാൽ പോലും തളരരുത് എന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. തന്റെ പ്രിയപ്പെട്ട മകനെ പേര് ചൊല്ലി വിളിച്ചു വളർത്തി അവന്റെ സന്തത സഹചാരിയായി മാറി നമ്മുടെ അമ്മ. ജെറുസലേം ദേവാലയത്തിലും പാലസ്തീൻ വീതികളിലും യേശുവിനെ കൂടെ നടന്നു. നസറത്താകുന്ന വിദ്യാലയത്തിൽ പരിശുദ്ധ അമ്മയാകുന്ന അധ്യാപികയുടെ ശിക്ഷണത്തിൽ വളർന്ന യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നതുപോലെ വളരുവാൻ നമുക്കും ആഗ്രഹമില്ലേ? എങ്കിൽ പരിശുദ്ധ മറിയത്തെ ജീവിതത്തിന്റെ ഗുരുവായി സ്വീകരിക്കുക. കാനായിലെ കല്യാണ നാളിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിശുദ്ധ കന്യകാമറിയം ആർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിനെ അറിയിച്ചുകൊണ്ട് അവരുടെ ആശങ്ക മാറ്റിയ സംഭവം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ഹൃദയസ്പർശിയായ ഈ സംഭവം നമുക്ക് മാതാവിനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കും. തീർച്ച. വിവിധ രോഗികളെ സുഖപ്പെടുത്തിയപ്പോഴും നിരാലംബർക്ക് ആശ്വാസമേകിയപ്പോഴും പരിശുദ്ധ കന്യകാമറിയം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. യൂദാസിനാൽ ഒറ്റുകൊടുക്കപ്പെട്ട് പിലാത്തോസിന് മുൻപിൽ മുൾക്കിരീടം ചാർത്തപ്പെട്ട അവസ്ഥയിൽ ഏകനായി നിൽക്കുന്ന യേശുവിന്റെ കൂടെയും കുരിശിലേക്കുള്ള യാത്രയിലും അവസാന 3 മണിക്കൂർ 3 ആണികളാൽ പിടയുമ്പോഴും യേശുവിന്റെ കുരിശിന് താഴെ ഒപ്പം മരണശേഷം യേശുവിന്റെ ശരീരം അടക്കം ചെയ്യുന്നത് വരെയും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ മേൽ പ്രസ്താവിച്ചവ സാക്ഷ്യപ്പെടുത്തുന്നവയാണ്. കുരിശിൽ നിന്നിറക്കി യേശുവിനെ മടിയിൽ കിടത്തി ഉറ്റുനോക്കുന്ന പരിശുദ്ധ മറിയത്തെ നമുക്ക് മറക്കാനാകുമോ? പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഉറ്റുനോക്കുന്ന പരിശുദ്ധ മറിയം നമ്മയും ഉറ്റുനോക്കുന്നു. യേശുവിന്റെ ജീവിതകാലം മുഴുവനും കൂടെ നിന്ന പരിശുദ്ധ മറിയം നമ്മുടെ കൂടെയും ഉണ്ടാകും. അതുകൊണ്ട് നിരാശപ്പെടാതെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ. സൂര്യനെ ഉടയാടാക്കിയ സ്ത്രീ, അവളുടെ പാദങ്ങൾ കീഴിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ. പ്രസവവേദനയിൽ അവൾ നിലവിളിച്ചു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. തുടർന്ന് വചനം പറയുന്നു: ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അന്വേഷിച്ച് സർപ്പം പുറപ്പെട്ടു. സർപ്പം തന്റെ വായിൽ നിന്ന് ജലം നദി പോലെ അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. ഈ സംഭവത്തെ ചിത്രീകരിച്ചുകൊണ്ടാണ് സർപ്പത്തെ ചവിട്ടി നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം നമ്മുടെ ദേവാലയങ്ങളിൽ വെച്ചിട്ടുള്ളത്. ഈ സർപ്പം സകല നാരിക ശക്തികളുടെയും പകർച്ചവ്യാധികളുടെയും പ്രതീകമാണ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ലഹരി എന്ന മാരക സർപ്പത്തെ ചവിട്ടി താഴ്ത്തുവാൻ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ 12-ാം നൂറ്റാണ്ടിലൂടെ വിശുദ്ധ ഡൊമിനിക് സാവേരിയോട് ലഭിച്ച ജപമാലയാണ് നമ്മുടെ ആയുധം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അപ്പം പരിശുദ്ധ കന്യകാമറിയം തിന്മയുടെ ശക്തിക്കെതിരെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ളത് തീർച്ച തന്നെയാണ്. അതിനാൽ നാം തകരരുത്, താഴരുത്, തളരരുത്. പുത്തനുണർവോടെ മാതാവിന്റെ നാമത്തിൽ വളരുക, യേശുവിന്റെ നാമത്തിൽ മുന്നേറുക. ഒരിക്കൽ കൂടി ഏവർക്കും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആവേ മരിയ. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.